എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊളാൻഡ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 63. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ പ്രിൻസസ് ജൂവിന്റെ അടുത്ത് വന്ന് സൺമൂൺ എംപയറിന്റെ പ്ലാൻ അത് പറയുമ്പോഴാണ് പുറത്താര് വന്നത് ആ വോയിസ് അത് വെയിനിയാണ് എന്ന് യുഹാവയ്ക്ക് മനസ്സിലായി. വെയിന അവൾ അറിയുമോ? അതെ. അപ്പോഴാണ് പറയുന്നത് അവൾ ടൈൻഡോ എംപയറിലെ പ്രിൻസസ് ആണ്. വാങ്ഡോ എന്നപ്പോൾ ഒരു പ്ലാൻ പറയുന്നുണ്ട് ഉണ്ടെന്ന് പറയുകയാണ്. വെയിനകത്തേക്ക് ഒന്ന് യുഹാവനെ കണ്ട് ഷോക്ക്. ഇതെന്ത് പറ്റിയെന്ന് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ആക്സിഡന്റ്. പിന്നെ അവളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവൾ അത് കേട്ട് ഷോക്ക്. റിയോ എംപയർ ഹോളി സ്പിരിറ്റ് ചാർജ് കൂടി ചേർന്ന് വന്ന എൻ്റെ കോണ്ടിനെന്റ് തന്നെ ഇല്ലാതാകും. അതിനൊരു വഴി എന്താണ്? അല്ലെ എംപയർ തമ്മിൽ ചേർന്ന് ഒരുവിധം പിടിച്ചെടുക്കാം. വാങ്ഡോങ് നമ്മളുടെ ഉദ്ദേശം അതാണെന്ന് പറയുകയാണ്. ഇപ്പോൾ വന്നത് ശ്രക്ക് റെപ്രസെന്റ് ചെയ്തിട്ടല്ല, ടാങ്സെറ്റിൽ നിന്നുമാണ്. ടാങ്സെറ്റോ ആ പേര് അത്ര എളുപ്പം ഇല്ലാതായ ഒന്നല്ല. ഗോഡ്ലി ക്രോസ് ബോ അതെടുത്തിട്ട് ഇതൊരു ലെവൽ 4 ആണ്. എന്നാൽ ഇതിന്റെ പവർ ലെവൽ 6 തുല്യമാണ്. ഏറ്റവും ക്രൂഷ്യലായ പാർട്ട് എന്നാൽ ഇതിന്റെ എനർജി മോസ്റ്റ് ഡെഡ്ലി പോയിസൺ ഇതിനുള്ളിലുണ്ട്. ഇതുപോലെ ഒരുപാട് വെപ്പൺസ് അവർക്കായിട്ട് നൽകും. തീരുമാനിച്ചിട്ട് വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അവർ ഓക്കെ പറഞ്ഞുപോയി. വെളിയിൽ വന്നിട്ട് വാങ്ഡോങ്ങിന് ടയാൻഡോവായിട്ട് ചേരാനുള്ള പ്ലാൻ, ആ ഐഡിയയും അതുപോലെ വെയ്സായിട്ട് ചേർന്ന വെപ്പൺസിന്റെ ഡെവലപ്മെന്റ് എല്ലാം കൂടി സർപ്രൈസ് ആക്കിയത് അത് പറയുമ്പോൾ അവൾ അത് കിട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെയെങ്കിൽ 2 പുതിയ ക്ലയന്റ് കിട്ടും. അത് കൂടുതൽ ടാങ്ക് സെറ്റ് വളരെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ വാങ്ഡോങ് ടാങ്ക് സെറ്റിന് അണ്ടർഗ്രൗണ്ടിൽ ആയിട്ട് വേസ്റ്റ് വലിയൊരു എണ്ണം ഒരു സാധനം അത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഹൈ ലെവൽ സോൾഗേഡിയ ടൂൾസ് ഉണ്ടാക്കിയെടുക്കും. അവളോട് നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾക്ക് ആഗ്രഹം എന്താണ്? ഹോത്തൻ സെറ്റ് ടാങ്ക് സെറ്റ് ഒരുമിക്കണം, ആ പഴയതുപോലെ വരണം. അതൊരു വഴിക്ക് നടക്കും. നാളെയാണ് ടൂർണമെന്റ് ഒഫീഷ്യലായിട്ട് തുടങ്ങാൻ പോകുന്നത്. ബൈബൈക്കുള്ള പരിക്ക് അത് 10 ദിവസമെങ്കിലും എടുക്കും. അതിനുശേഷം പിറ്റേന്ന് അവരുടെ ടൂർണമെന്റിന്റെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് പോവുകയാണ്. അവിടെ അതുപോലെ വിളിച്ച് പറയുന്നുണ്ട് കോണ്ടിനെന്റിലെ ആയതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ആയിട്ടാണ് നടത്തുന്നത്. 167 അക്കാഡമി ക്ലാൻസ് അല്ലെങ്കിൽ സെക്ട് അവരെ വിളിക്കുന്നുണ്ട്. അവരും വരാനായിട്ട് തുടങ്ങി. ശ്രക്കാണ് ആദ്യം വരുന്നത്. അവർ അതുപോലെ ഷെങ്ലു എംപയറിലെ ജുജുവിന്റെ ടീം, വെയിനിയുടെ ടയാൻഡോ എംപയർ അവരുടെ സെക്ട്, അതുപോലെ വേറെ ടാങ്ക് സെറ്റും വരുന്നുണ്ട്. വാങ്ഡോങ്ങിന്റെ പ്ലാൻ എന്തായാലും നടന്നു. ടാങ്ക് സെറ്റിൽ നിന്ന് ഓരോ മാസം 10 ഗോൾഡ് ക്രോസ് 2 എംപയറിനും കൊടുക്കണം. അതിന് വാങ്ഡോങ് ആണ് അവളെയാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ടീംസിന്റെ കാര്യം യുഹാവനെ ഏൽപ്പിച്ചു. അവരെല്ലാവരും വന്ന് റിയോ എംപയറിൽ അവരുടെ മെയിൻ ടീം വരുന്നു. അതിനുശേഷം വേറെ പരിപാടി പരേഡ് പോലെ അത് തന്നെ. റിയോ എംപയറിലെ പല സോൾഗേഡിങ് റീജൻസിൽ നിന്നുള്ളവരും വരുന്നുണ്ട്. എന്തിനും ഷോ ഓഫിന്. അവസാനം ഷൂട്ട് ചെയ്യാനും ജ്യൂസും വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ത്രോണിന് അവകാശമായിട്ട് ഉള്ളവൻ എന്ന് പുച്ഛത്തോടെ പറയുകയാണ് കായിട്ടോ. നമുക്കറിയാം യഥാർത്ഥത്തിൽ കായിട്ടോണ് ത്രോണിന് അവകാശി. അവന്റെ അങ്കിളിന്റെ ചതിയാണ് ഇതിന് കാരണം. കായിട്ടോന്റെ ഫ്ലാഷ് ബാക്കിൽ കണ്ടതാണല്ലോ. ഷവിയവനെ കണ്ടാണെങ്കിൽ ഷോക്ക്. ബ്ലാക്ക് ഡ്രാഗൺ എംപററാണ് ഷൂട്ട് ചെയ്യാൻ്റെ സൈഡിൽ. റിയോ എംപയറിന്റെ കൂടെ ഹോളി സ്പിരിറ്റ് ചർച്ച്, കൂടെ സുപ്രീം ടൊളുവ മാസ്റ്റർ. ഇത് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ടൊളുവ കോണ്ടിനെന്റിന് എന്ന് യുഹാവ്. അത് കഴിഞ്ഞ് ജ്യൂസി സംസാരിക്കാനായിട്ട് തുടങ്ങി. അടുത്ത ക്യൂനാണല്ലോ, അവരെല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ റിയോ എംപയർ പ്രിൻസ് ഇത് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ടാക്കിയത് കൂടി പറയുകയാണ്. അവരുടെ ലോഗൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ഫ്ലെക്സിങ്. റിയോ എംപയർ ജയിക്കട്ടെ, ബാക്കി എല്ലാവരും വീഴട്ടെ എന്ന് പറയുന്ന കുറെ എണ്ണം എല്ലാവരോടും ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് മാച്ച് ആദ്യം പ്രീലിമിനറി റൗണ്ടാണ്. അതിൽ എലിമിനേറ്റ് 2 ടീം. റോയൽ സോൾഗേഡിങ് അക്കാഡമി അതായത് മെയിൻ ടീം ടൂലോങ് സൈറ്റ് ആയിട്ടാണ് മെയിൻ ഫസ്റ്റ് മാച്ച് തുടങ്ങാൻ പോകുന്നത്. ഒരു മുട്ടയാണ് റഫറി. സെറ്റ് വരുന്നു പോകുന്നു, മറ്റേ ടീം വരുന്നു ആവേശം. അതുപോലെ കഴിഞ്ഞ ചാമ്പ്യനാണ് എന്നോട് പറയുന്നുണ്ട്. നൈസായിട്ട് ശ്രക്ക് ഓർഗനൈസേഷൻ നൈസായിട്ട് ജയിച്ച കാര്യം അങ്ങ് റീപ്ലേസ് ചെയ്തതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഏരിയ അവരുടെ റൂൾസ്. ഇപ്പോഴത്തെ റൂൾസ് മുൻപത്തെ പോലെയല്ല. ഇൻഡിവിജ്വൽ മാച്ച് ആയിട്ട് ഉണ്ട്. അതുപോലെ ചേർന്നൊരു ഗ്രൂപ്പ് മാച്ചും ചെയ്യാനും പറ്റും. എന്തൊക്കെ റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആ റൂൾസ് സോൾ ഗൈഡിങ് ടൂൾസ് മാസ്റ്റേഴ്സിനാണ്. സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സ് അവർക്കാണ് ട്രംപ് കാർഡ് പോലെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് അവർക്ക് യോജിച്ച രീതിയിലാക്കിയെന്നും. അവരുടെ മാച്ച് തുടങ്ങിയ ആദ്യം ഷൗമെങ്ങാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവസാനമാണ് ഇവിടെ ഇറക്കിയത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാരണം ചാമ്പ്യനായിട്ടാണല്ലോ പറയുന്നത്. ലൈൻ കാണിക്കാനുള്ള അവസരം. അങ്ങനെ മാച്ച് തുടങ്ങിയ ഓപ്പോസിറ്റ് സോൾ കിങ് ലെവലാണ്. അവരുടെ അറ്റാക്ക് എല്ലാം മാറിപ്പോയി. പെട്ടെന്ന് അവളുടെ സ്കിൽ യൂസ് ചെയ്ത് ഫ്രീസ് ആക്കി. പോയിസും കൂടിയാണല്ലോ മാർഷൽ സോൾ. അതുകൊണ്ട് തന്നെ തോറ്റു. രണ്ടാമത് വന്ന ആള് കുറച്ചു നേരം അവളെ ഒന്ന് ടെൻഷൻ ആക്കിയെങ്കിലും അടിച്ചിട്ടു. മൂന്നാമത്തെ വന്ന് വോയിസ് ഓഫ് ഫോഗിനുള്ളിലേക്ക് അതിനുള്ളിൽ വെച്ച് അറ്റാക്ക് ചെയ്ത് അങ്ങനെ പയ്യെ എല്ലാവരെയും അവൾ തോൽപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോയി അവസാനം അവൾ തന്നെ ഒറ്റയ്ക്ക് 7 പേരെ തോൽപ്പിച്ചു. എല്ലാവരും ആഘോഷം അതിശയം. കായിട്ടോ ആ സെക്ട് അത്ര വീക്കല്ല. 2 സോൾ കിങ് ഉണ്ടായിട്ടും പെട്ടെന്ന് തന്നെ തോൽപ്പിച്ചു. എനിക്ക് വാങ്ഡോങ് അതിന് കഴിഞ്ഞ തവണ കണ്ടതുപോലെയല്ല, അവർ ഒരുപാട് സ്ട്രോങ് ആയതുപോലെ. ടാങ്ക് സെറ്റിന്റെ ഫസ്റ്റ് മാച്ച് നാളെയാണ്. ബാക്കിയുള്ളവരുടെ മാച്ച് നോക്കാനായിട്ട് യുഹാബ്. അത് കഴിഞ്ഞ് അവരുടെ ചർച്ച ഇപ്രാവശ്യം സെക്ട് കൂടി ചേർന്നതുകൊണ്ട് ഒരുപാട് മെയിൻ ആയിട്ട് വരുന്ന ടീംസ് എല്ലാം തോറ്റു തുടങ്ങി. ടൈഗാൻഡോയിലുള്ള വെയിനൈന്റെ അവരുടെ സെക്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഷോമോ സെക്ട്. ഇപ്പോൾ സെക്ട് കൂടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് അക്കാഡമിക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളവരാണ് സെക്ടിലുള്ളത്. അവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം ജയിക്കണമെന്നില്ല. അതുപോലെ റിയോ എംപയറിന്റെ ഫസ്റ്റ് മാച്ച് എന്തായി? ഷൗമെങ്ങിന്റെ ഫസ്റ്റ് മാച്ച്
അത് വാങ്ഡോങ് അനലൈസ് ചെയ്തത് വെച്ച് അവൾ സോൾ ഗേറ്റ് ടൂളിനേക്കാൾ മാർഷൽ സോൾ വെച്ചാണ് മത്സരിച്ച് അത് കൂടുതൽ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. സ്ട്രെക്ക് വന്നപ്പോൾ അവളുടെ ടാലന്റ് മുൻപത്തേക്കാളും അല്ല വളരെയധികം കൂടിയിട്ടുണ്ട്. ശവ് ഓരോന്നും പറയുന്നുണ്ട്. അവളുടെ ലെവൽ ഏകദേശം 65 കാണുക. അപ്പോഴാണ് ഷൗമങ് അവിടെ വരുന്നത്. എന്താണ് നിങ്ങളിപ്പോൾ സ്ട്രെക്കിനായിട്ട് വന്നില്ല? ഞാൻ കേട്ടു ടാങ്സെറ്റ് നിനക്കെന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ടാങ്സെറ്റ് 4000 വർഷം മുൻപ് റിയോ എംപയറിന്റെ അറ്റാക്കിൽ നിലം പറ്റിയതല്ലേ, പിന്നെ ഉയർന്നു വരുത്താൻ ശ്രമിക്കണോ? അത് കേട്ട് അവർക്ക് ദേഷ്യം. യുഹാവൻ നിർത്താനായിട്ട് പറയുന്നുണ്ട്. യുഹാവനെ കേട്ട് അവൾ ഷോക്ക്. ഇതെങ്ങനെ എന്ന വാങ്ഡോങ് 4000 വർഷം മുൻപ് നടന്നത് അതിന്റെ പകരം വീട്ടും കാണുമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അടുത്ത മാച്ച് യുഹാവായിട്ട് ചെയ്യാമെന്ന് കരുതി എന്ന അവൻ ഇപ്പോൾ വെറുത്തല്ല എന്ന് പറയുകയാണ് ഹോങ്ചൻ. എന്നാൽ ഷാമങ്ങനെ അവന്റെ അവസ്ഥ കണ്ടിട്ട് എന്തോ ഒരു ഫേസ് മാറിയതുപോലെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.